ഉണ്ടാക്കാൻ പോകുന്നത് എന്താ മക്കൾക്ക് അറിയോ? ചക്ക പലഹാരം, ചക്ക പൊരിയൊക്കെ പറയും. ചക്ക വരട്ടി, ചക്കപ്പം എടുത്തു വെച്ചതാണ്. ചക്ക വരട്ടി വെച്ചതാട്ടോ. 2 വക കളറുണ്ട്. 2 കളറുണ്ട്. ഇത് കുറച്ച് നല്ല കറുപ്പുള്ള ശർക്കര കൊണ്ടും പിന്നെ ഉരുളിയില് നമ്മള് അടുപ്പത്ത് വെക്കുമ്പോ ഓരോന്നിനും ഓരോ കളർ. ചക്ക നല്ല ചുവപ്പുള്ള നല്ല ചക്കയിൽ അതിനും കളർ മാറ്റം വരും. അപ്പൊ അങ്ങനെ 2 തരാണ് കേട്ടോ ചക്ക വരട്ടിയത്. 2 കളർ. അതായത് അപ്പൊ ഇനി ഒരു ദിവസം പായസം ഉണ്ടാക്കണം. പിന്നെ ഒരു ദിവസം പിന്നെ അട ഉണ്ടാക്കില്ല നമ്മളെ ഇലട, ആ മാതിരി നാളികേരം ചിരകിട്ടിട്ടൊന്ന്. ഇന്നിപ്പോൾ ഉണ്ടാക്കണത് കൊട്ടത്തേങ്ങയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ മീതിട്ടിട്ടൊക്കെ കൂടി കൂട്ടി കുഴച്ചിട്ട് അങ്ങനെ ചക്കപ്പലഹാരമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ ഏതാ ടേസ്റ്റ് എന്ന് ഇന്നും പിന്നേത്തെ ഉണ്ടാക്കുന്നതൊക്കെ നോക്കിയിട്ട് മക്കൾക്ക് പറഞ്ഞു തരട്ടോ. മക്കളൊക്കെ ഉണ്ടാക്കി നോക്കണേ. ചക്ക ഉള്ളവർ ചക്ക വെറുതെ വേസ്റ്റാക്കി കളയരുത് കേട്ടോ. എത്ര ഒരു വർഷം അതെ, ഒരു വർഷം വരെ ഇരുന്നോളൂ. നല്ല സ്വാദാണ്. ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലത്തെ നമ്മള് കൊറേ മുമ്പ് ഒരു പായസം ഉണ്ടാക്കിയില്ലേ, അതോടുകൂടി കഴിഞ്ഞു. അധികം എടുത്ത് വെക്കാറില്ല. ചിലവരൊക്കെ ചോദിക്കും ഞങ്ങൾക്ക് തരുമോ, വരട്ടിയത് കൊടുക്കണുണ്ടോ. അങ്ങനെ അത്യാവശ്യം ആൾക്കാർക്ക് 1-2 ആൾക്കൊക്കെ കൊടുത്തു. അതെ, പിന്നെ ചക്ക കുറെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പപ്പടം ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ മുത്തശ്ശിക്ക് പണ്ടത്തെ മാതിരി അങ്ങനെ വയ്യ. എന്നാൽ അടുപ്പത്ത് ഇങ്ങനെ നിന്ന് ഉണ്ടാക്കണ്ടേ. നമ്മൾ വരട്ടുന്നതൊക്കെ അടുപ്പത്ത് ചെയ്യണം. ആദ്യമൊക്കെ നമ്മൾ കുറച്ച് ഇനിയിപ്പോൾ കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ മിക്സിയിലിട്ട് അടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പത്ത് തന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാക്കി. ഇനി ചിലപ്പോൾ മഴ ഒക്കെ ആകുമ്പോഴേക്ക് ചക്ക ഇനി കുറച്ച് കിട്ടും. അപ്പോൾ കുറച്ച് വരട്ടി വെക്കണം. അത് ചൂടോടെ നല്ല കഴിക്കാനേ. നമ്മളുണ്ട് വൈകുന്നേരം അപ്പോൾ ഇത് ഉണ്ടാക്കണം. ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം ചായക്ക് എടുക്കാൻ രാത്രി നാളേക്കാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പൊ 2 വകയും കഴിക്കാലോ, വേണ്ടവർക്ക് ഇഷ്ടം പോലെ കഴിക്കാം. അപ്പൊ ഇത് ഉണ്ടാക്കാൻ നോക്കട്ടെ മുത്തശ്ശിട്ടോ. ഇലയൊക്കെ വാട്ടി വെച്ചു, തുടച്ചു വെച്ചു. ഞാൻ അതൊക്കെ ഒന്ന് പരത്തി റെഡിയാക്കാണ്ട് അരി അരച്ചു വെച്ചു. കുറച്ചായിട്ടും ഉണ്ടാക്കണുള്ളൂ. ഒരു 10-21 ഉണ്ട്. ധാരാളമായി നമുക്ക്. അപ്പൊ പരത്തി ഇതിലിട്ട് കൊടുക്കാം. അത് നമ്മൾ ആ പച്ചരി അല്ല അമ്മ എടുത്തത്? പച്ചരി എടുത്തത് എന്നുവെച്ചാ വരട്ടിയത് കുറച്ച് അധികം എടുത്തു. അപ്പൊ പിന്നെ അല്ലെങ്കിൽ പുഴുങ്ങല്ലരി ആണെങ്കിൽ ഇത്ര തന്നെ വരട്ടിയത് വേണമെന്നില്ല. പച്ചരി കൊണ്ട് കുറച്ച് വരട്ടി നല്ല എടുത്തു. എന്താ വെച്ചാൽ ബലം കിട്ടൂലോ, അതുകൊണ്ടാണ് വരട്ടിയത് അധികം എടുത്തത്. കുഞ്ഞാക്ക് ഇഷ്ടല്ലേ? നീ ഒന്ന് മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടാം. ഇത് കുഴക്കണേ. കുഴച്ചോളൂ. കൊട്ടത്തേങ്ങ ഉണ്ട്, അത് നുറുക്കി വെച്ചതാണ്. അപ്പം മുത്തശ്ശി എന്താ സാറേ നാളികേരം ആട്ടാൻ കൊണ്ടുപോയില്ലോ, അപ്പം എടുത്ത് വെച്ചാൽ കൊട്ടത്തേങ്ങ കുറച്ച്. പിന്നെ ഇടയ്ക്ക് പറയും പിന്നെ പായസം ഉണ്ടാക്കായിരുന്നു, കഠിന പായസം ഉണ്ടാക്കായിരുന്നു എന്നൊക്കെ പറയും. കുട്ടികളും പറയും മകനും പറയും. അപ്പം അതിന് കുറച്ച് നാളികേരം എടുത്ത് വെച്ചു. അപ്പോൾ കുറച്ച് ഇതിന് എടുത്തു. ഈ ഒഴിച്ചു കൊടുക്കട്ടെ. നീ ചേലയിലൊന്നേ പൊട്ടി പിടിക്കാതിരിക്കാണ് നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഒഴിച്ചാൽ മതി. ഏലക്കായ ആദ്യം കുറച്ച് ഇട്ടു, അരി അരച്ച അതിലായിട്ട് ഇട്ട് കൊടുത്തു. അതെ, നിങ്ങൾക്കൊന്നും അധികം വേണ്ടല്ലോ. എനിക്ക് അധികം ഇഷ്ടം. അവർ അധികം വേണ്ട കേട്ടോ, കുറച്ച് സാധനം മതി. അതെ അതെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ തന്നെ എടുത്തു. ഇനി പിന്നെ അത് അഭിപ്രായം കുറച്ച് ഇരുന്നീന്നുള്ളൂ. ഞാൻ അതിനായിട്ട് വേറെ വാങ്ങണ്ടല്ലോ വിചാരിച്ചു. അപ്പൊ അന്ന് പായസം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് പൊടി എടുത്ത് വെച്ചിരുന്നു, അതിലിട്ടു. അപ്പൊ ഇനി നോക്കിക്കോളൂ, വേണ്ടവരെ മധുരം ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി ചക്ക വരട്ടിയത് കൂട്ടിയെടുക്കാം. നോക്കട്ടെ, ഇതിക്ക് കുറച്ചിട്ടോളൂ, കയ്യിലേക്ക് ഞാൻ പറയാം. എനിക്ക് നല്ല മധുരം വേണ്ട പക്ഷാണ്. ഇത് പാകാവും, അധികം മധുരം വേണ്ട. അതെ, അധികം മധുരം ഇട്ടാ മധുരം മാത്രാവൂയി. മധുരം ഇടണ്ടേ, വരട്ടിയത് കൂട്ടിയേ വേണ്ടൂ. അമ്മ വേണമെങ്കിൽ ഇത് ബാക്കി കഴിച്ചോളൂ. ചക്കപ്പലഹാരം, ചക്കപ്പം, ചക്കപ്പൊതി, പിന്നെന്താ പറയാ, ഇത് മൂന്നും പറയാല്ലേ, ചക്കട മുത്തശ്ശി ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു അതും നോക്കാം. ഇലയൊക്കെ ഇനി റെഡിയാക്കി വെച്ചോളൂ. നമുക്ക് ഇത് ഒന്നിച്ച് പരത്താം. പരത്തി വെച്ചാൽ വേഗം കഴിക്കാം. ചൂടാറിയിട്ട് കഴിക്കാനാണ് ഇത് സ്വാദ്. അതെ, എനിക്ക് നാളെയാണ് നല്ല ഇഷ്ടം.
എന്നാ നാളെ കഴിച്ചാൽ മതി കേട്ടോ. അല്ല എന്നാലും ഇന്നൊന്ന് ടേസ്റ്റ് ചെയ്യാ എങ്ങാണ്ട് നോക്കാലോ. അപ്പോൾ നമ്മളിതൊക്കെ പരത്തി വെക്കുകയായി, മടക്കി വെക്കണതാ. മടക്കാൻ എന്താ ഒരാൾ വന്നിട്ടുണ്ട്, ഉണ്ട്. വേറൊരാളും വന്നിട്ടുണ്ട്. നല്ല ഇഷ്ടാണല്ലോ ശശിക്കാണ് ചക്കപ്പം ഉണ്ടാക്കിയില്ലേ, ചക്കപ്പം ഉണ്ടാക്കിയില്ലേ ഇടയ്ക്കൊക്കെ ചക്കപ്പം ഭയങ്കര ഇഷ്ടമാണ്. പണ്ടേ എങ്ങനെയാണ് ഈ ദേശത്ത് പള്ളിക്കതൊക്കെ ഇപ്പൊ ഒന്നും നാളെയും കഴിച്ചോളൂ. ചക്കപ്പം പണ്ടേ ഉണ്ടാക്കും. ഇല്ലമ്മായും കുഞ്ഞമ്മായും ഒറ്റമ്മായൊക്കെ കൂടി അപ്പൊ ഒന്നും നാളെയും കഴിച്ചോളൂ. എന്നാലേ പണ്ടൊക്കെ ചക്ക അരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക. വേവിച്ചിട്ട് ചുള കളഞ്ഞിട്ട് വേവിക്കും, വേവിച്ചിട്ട് അരക്കും. ചക്ക അരച്ച ശേഷം അരി അരക്കും. അതിലെന്നെയോ? അല്ല, അത് ഒന്ന് അരക്കും, അത് വാങ്ങി വെച്ചിട്ട് പഴുത്ത ചക്ക അരയ്ക്കുക. ഒന്ന് കടയും. വരട്ടില്ല. അതുപോലെ കടയിൽ പോയിട്ട് അങ്ങനെയല്ല വരട്ടാതെ ഉണ്ടാക്കും. അത് അപ്പോഴെപ്പോഴും ഉണ്ടാക്കാതെ. നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാല്ലേ പഠിച്ചു കഴിഞ്ഞിട്ട്. ഇത് കടയും, വേവിച്ചിട്ട് ഒന്ന് കടയും. കടഞ്ഞ ശേഷം അരി അരക്കും. അരി രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഇത് ആവിയിലോ അല്ലെങ്കിൽ തേക്കിന്റെ ഇലയിൽ, തേക്കിന്റെ ഇലയിൽ ഞാൻ കഴിച്ചു. ആവിയിൽ വെക്കും. ചുവന്ന കളർ വരും തേക്കിന്റെ ഇല വെച്ചാൽ. അങ്ങനെ സ്വാദാ. അത് വെളിച്ചെണ്ണയും കൂട്ടിയിട്ട് കഴിക്കണം, സൂപ്പറാ. ഞാൻ കണ്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ കൂട്ടിയിട്ട് നല്ല ആട്ടി എണ്ണയും കൂട്ടിയിട്ട് കഴിക്കണം. പിന്നെ ഇടയിൽ ഇങ്ങനെ ഓരോ കഷ്ണം നാളികേര പുളി ഇടാം. അത് നല്ല ടേസ്റ്റ്. അതിന് ഇട്ടിട്ടുണ്ട്, കൊട്ടത്തേങ്ങ ഇട്ടിട്ടുണ്ട് ഇതില്. സൂപ്പറാവും. എന്നാ പരത്തിക്കോള് വേഗം. ഇതിനങ്ങനെ പരത്തണ്ടേ, ഇനി മടക്കണേ. എന്നാ മടക്കുക. എങ്ങനെ അച്ഛൻ മടക്കണ്? അച്ഛൻ ഇല പൊതിയ കേട്ടോ, പൊതിച്ചോറിന്റെ. വരാം. ഇത് മടക്കാം. അച്ഛൻ പൊതിച്ചോറ് പൊതിയ. പോണു പുറത്തേക്ക്. ആ ഓട്ടം പൊട്ടിയ വേണ്ട, ആ അത് നമ്മളെ കുറ്റമല്ല. ഒരേ ഇല അടിയിൽ വെക്കാം, എന്നാ പിന്നെ പ്രശ്നമില്ല. അമ്മ ഇതാക്കി ചേട്ടാ, നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പൊട്ടിയാലും ആരും കൊണ്ടോ ഇതിനടിയിൽ. വേഗം വെക്കും ആളു. ഇങ്ങനെയല്ലേ അമ്മ? അമ്മ ഇങ്ങനെ ആക്കിയിട്ട് അമ്മ ഒന്ന് കാണിച്ചു തരുന്നു അതുപോലെ. അതുപോലെ ആക്കണമെന്നില്ല, അത് മറ്റേ വാരി ആക്കുമ്പോഴേ. ആ അങ്ങനെ ഇങ്ങനെ ആക്കാം. ഇതിങ്ങനെ ആക്കാം. അങ്ങനെ മതിയോ? ഇതിങ്ങനെ ആ ആ ഇങ്ങനെ. ആ ശരി. ഇങ്ങനെ ആക്കാം. ഇങ്ങനെയൊക്കെ അമ്പലത്തിൽ അടപോതികൾ ഇങ്ങനെ. അതെ, മറ്റേ അത് പിന്നെ നമ്മളിങ്ങനെ പരത്തിയിട്ട് ആക്കുമ്പോഴാണ് അങ്ങനെ. ഇത് പരത്തേണ്ട കാര്യമൊന്നുമില്ല, ഇതിങ്ങനെ ആക്കിയിട്ട് കുഞ്ഞിയപ്പം ഇല ചില ഇല വലുതും ചെറുതും. അങ്ങനെ ഇനി ഒരു ദിവസം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാന്. നാളികേരം ശർക്കരയും ചെറുകിട്ടിട്ടേ തിരുമധുരം ഉണ്ടാക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കിയിട്ട് ചെയ്യാം. ഇവിടുത്തെ ബൾബ് നാശായി, കത്തല്ല. ഏയ്, ഏയ് അപ്പളേക്ക് വലിച്ചു മാളു. മാളു ചെയ്യ പാടൂ. ചക്കയുടെ അപ്പം ചക്കയപ്പം. ചക്കപ്പം. മാങ്ങപ്പം മാങ്ങയടപ്പം മാങ്ങ കൊണ്ട് ചെയ്യല്ലേ ഇങ്ങനെ അല്ലേ? നമുക്ക് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് മാങ്ങപ്പം. മാങ്ങ ഇത് ഒന്ന് രണ്ടെണ്ണം അട. അതെ മാങ്ങട. ഒന്ന് രണ്ടെണ്ണം കഴിച്ചാലേ അതൊക്കെ നിറയും. പിന്നെ ഇടനില പലഹാരം, ഇടനില പലഹാരം, വൈകുന്നില്ല പലഹാരം ഒക്കെ പറ്റും. അതെ പണ്ടൊക്കെ ഇതൊക്കെ തന്നെയല്ലേ, ബേക്കറി ഒന്നും ഇല്ലല്ലോ അല്ലേ? പണ്ട് ഇതൊക്കെ തന്നെ. ചക്കക്കാലായ ചക്ക ഇങ്ങനെ ചക്കപ്പം ഉണ്ടാക്കും. മാങ്ങ മാങ്കാച്ചി ഉണ്ടാക്കും. കൊറേ പഴുത്ത മാങ്ങ തോല് വെച്ചിട്ട് തിന്നും. പണ്ടൊന്നേ തോല് അവിടെയൊക്കെ ചക്ക പലഹാരം ഉണ്ടാക്കുമ്പോഴേ മാങ്ങത്തേര അല്ലെ, പിന്നെ അപ്പട്ട് വരട്ടുമ്പോ മധുരം കുറയും. അപ്പൊ അതുകൊണ്ട് മുത്തശ്ശിക്ക് ഇഷ്ടല്ലായിരുന്നു കേട്ടോ അന്നൊന്നും ചക്ക പലഹാരം. മധുരം കുറയില്ലേ, അപ്പൊ മുത്തശ്ശിക്ക് മാത്രം ദോശ ഉണ്ടാക്കി തരും. അമ്മാവൻ നല്ലോണം കഴിക്കും ദോശ പഴുത്താക്കിയോണ്ട്. ദോശ ഉണ്ടാക്കും. അല്ല, എനിക്ക് സാധാ ദോശ ഉണ്ടാക്കില്ലേ? അതേ ഇഷ്ടമുള്ളൂ. ഇങ്ങനെ നല്ല മധുരം വേണം മുത്തശ്ശിക്ക് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് അമ്മ ഉണ്ടാക്കി തരും, സാധാ ദോശ ഉണ്ടാക്കി തരും എനിക്ക് മാത്രം. സ്പെഷ്യൽ. അപ്പൊ വില കണക്കായില്ലോ എടുത്തത് അല്ലേ? കൃത്യമായിട്ടോ, ഒന്നും ബാക്കിയില്ല. ഓ അമ്മ എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് എണ്ണി വെച്ച പോലെ ഉണ്ടല്ലോ. ഇത് കുറച്ച് വലുതാട്ടോ. അപ്പൊ ശരിയല്ലേ? ആണെങ്കിൽ ഇതിലേക്ക് കുറച്ച് അപ്പൊ ശരി അല്ലേ?
നമുക്ക് കുറച്ച് മോമോസ് ഉണ്ടാക്കുന്നു. അന്ന് പണ്ട് ഉണ്ടാക്കിയ നല്ല സ്വാദാണ്, നല്ല ഇഷ്ടം അല്ലേ? കുഞ്ഞാക്ക് ഇഷ്ടല്ലേ മോമോസ്? അല്ലേ? എന്താ പഠിച്ചോ? ABCD പഠിച്ചോ? അക്ഷരം എഴുതാൻ പഠിച്ചുവോ? അത് മാത്രമേ പഠിച്ചുള്ളൂ? നീ ഈന്ന് പഠിക്കണം കേട്ടോ. എഴുതിയോ? ഇതെല്ലാം ഒറ്റ ട്രിപ്പിൽ കൊള്ളോ മുത്തശ്ശി? നോക്കട്ടെ. വലിയ ഇഡ്ഡലി പാത്രം അതിനായിട്ട് എടുക്കണ്ട വിചാരിച്ചിട്ട് അല്ലെങ്കിൽ 2 പ്രാവശ്യം വെക്കാം. മനസ്സിലായി, മനസ്സിലായി മനസ്സിലായി. അങ്ങനെ വട്ടം അങ്ങനെ കൊണ്ടുവരാം. ഇപ്പൊ സ്കൂള് തുറക്കയില്ലേ അല്ലേ? 1-ാം തീയതി സ്കൂള് തുറക്കായി. മഴ ഉണ്ടാവും. ഇപ്പൊ എത്ര LKG അല്ലേ? LKG UKG ആണോ അമ്മേ? UKG-യിലാ പ്രാവശ്യാക്കിയേ? ഞാൻ സ്കൂള് മാറിയേ, അപ്പൊ ഞാൻ വിചാരിച്ചു LKG-യിൽ തന്നെ. അതെ. ഞാൻ പറയണേ ഞാൻ ഓരോ തമാശ പറയാ. ഈ കായ മൂത്തിട്ടില്ല ചേട്ടാ. അത് വെച്ചു, പൊതികൾ വെക്കൂ. എത്ര വേണ്ട എണ്ണിക്കോളൂ? 21 ഇല എണ്ണയിരുന്നു. അല്ല ഒരു ഇല പൊട്ടിയപ്പോ 2 ആക്കി. അപ്പൊ 20. 2 2 4 5 6 7 8 9 10. അതാ 10 11 13 വെച്ചത് 9 കഴിഞ്ഞില്ലേ? അപ്പൊ ഞാൻ 10. ശരിയായില്ല. ഇനിയിപ്പോ എണ്ണീട്ട് കാര്യമില്ല. അല്ല 21 ഇല വെച്ചാ ഒന്ന് പൊട്ടിയിട്ട് ഒന്ന് പകരം വെച്ചാ അപ്പൊ 20 ഇല. ഇതെല്ലാം കൊള്ളും മുത്തശ്ശി. പണ്ടൊക്കെ ആവിച്ചമ്പലല്ലേ വെക്കില്ല ചേട്ടാ? എത്ര ഉണ്ടാവാറ? ഇതന്നെയല്ലേ ആവശ്യം? അല്ല വലിയ ആവിച്ചമ്പല അടുപ്പത്ത്. എന്നിട്ട് വേറെ വന്നോണ്ട് കൗത്തിയിടും എന്നിട്ട് ഇഡ്ഡലി പാത്രങ്ങളൊന്നും ഇല്ല. ഈ ഭാഗ്യം വാങ്ങാൻ ചെമ്പിന്റെ ആവശ്യം വലിയൊരു തട്ടും. പണ്ടൊക്കെ ചെമ്പിന്റെ ആവശ്യമ്പാണ് വലുത്. എന്നിട്ട് അണയൊക്കെ വെച്ചിട്ട് നടുക്ക് ചിരട്ട വെച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ഇരിക്കുന്നത് കട്ടാവും. വെക്കുക, ഗ്യാസിൽ വെക്കുക. ഗ്യാസിൽ ഒന്ന് ഗ്യാസിലും വെക്കാം, താത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഗ്യാസ് പോയാ ഗ്യാസ് താത്തി വെച്ചതായിരുന്നു. അപ്പത്തെ വെക്കാം, അടുപ്പിലും വെക്കാം. നമുക്ക് അടുപ്പത്ത് ഉണ്ടാക്കണം. കൊറേ വിറകൊക്കെ എത്രയപ്പോ വിറകാണ്. ചകിരി എന്താ എണ്ണാട്ടാൻ വേണ്ടിട്ട് കൊറേ നാളികേരം പൊളിച്ചത് അതുണ്ട്. ഒക്കെ ഇവിടെ അവിടെയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി ഓണാകുമ്പോ ആവശ്യമാവും. അതെ അതെ. നമുക്ക് ഇടയ്ക്കൊക്കെ കൂട്ടാനൊക്കെ ഇതില് നമ്മളെ അടുപ്പൊക്കെ ഇപ്പൊ പുതിയതാക്കി. കത്തിക്കലില്ല, പുതിയതാക്കി വർഷമേ. ഞാൻ ചക്ക വരട്ടിയതല്ലോ. അതെ അതെ. ഈ അടുപ്പത്താ? ചക്ക വരട്ടിയത് അടുപ്പത്താണ്. ഇവിടെ കൂടെ മണ്ണ് വെക്കാണ്ട്. ഈ അടുപ്പ് ഇവിടുത്തെ അടുപ്പ് മാറ്റി ഇപ്പൊ നല്ല ഇതൊക്കെ വെക്കും. കുറെ കൂട്ടുകാര് അടുപ്പിന്റെ വീഡിയോ നമ്മള് കണ്ടിട്ട് പറയണ്ടായിരുന്നു അല്ലേ? കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഭംഗിയാക്കി കഴിഞ്ഞാൽ നമ്മളെ പാത്രമൊക്കെ ശരിക്കും ഇരിക്കും, തീ പുറത്ത് പോവില്ല. മറ്റേ ഉള്ളി ഇതാ ഉപ്പേരി വെക്കില്ലേ, അതില് പാകാണ് ചക്ക വരട്ടിയത്. അതിലാണ് പ്രാവശ്യം വരട്ടിയത്. പിന്നെ അടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ എല്ലാം വേഗം ഉണ്ടാക്കണം. അതാണ് നമ്മളെ ഗ്യാസിന്റെ പോലെ അല്ലല്ലോ. ഗ്യാസ് ഇപ്പൊ ഒന്നായി കഴിഞ്ഞാൽ നിർത്തിയ കുറച്ച് സമയം ഇരിക്കുക, പിന്നെ ആദ്യം കത്തിക്കുക, വെറുതെ അതല്ല. അതിന്റെ ചൂട് നമുക്ക് പിന്നെ ആദ്യം പിന്നെ തീ കെട്ട് കഴിഞ്ഞാൽ പിന്നെ ആദ്യം തീ പിടിപ്പിക്കണ്ടേ. അപ്പൊ ഇനി അങ്ങനെ ഒരു ദിവസം ചെയ്യണം. എല്ലാം ഒന്നിച്ചെന്നാ പണി വേഗം കഴിയും. സ്കൂളിൽ തുറക്കുമ്പോ നോക്കാൻ എന്തായാലും ചക്കൊക്കെ വേഗം ആവണ്ടേ എല്ലാവർക്കും. ചക്കടയൊക്കെ ശരിയായിട്ടോ. ചക്ക റെഡിയായി, നല്ല വന്ന് റെഡിയായി. ഞാൻ ഒന്ന് നോക്കാൻ പറഞ്ഞ അമ്മക്ക് കൊടുത്തിരുന്നു അമ്മു. അതെ. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തോ നോക്കാൻ വേണ്ടി എടുത്തതായിരുന്നു. അപ്പൊ നല്ല സ്വാദുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാരും ഒന്ന് കാണിക്കാൻ. ആള് കഴിച്ചോളൂ. ആള് വരുമോ? ആള് ടേസ്റ്റ് നോക്കിക്കോളൂ. ചണ്ടി വേണ്ടേ? അമ്മച്ചിട്ട് ചീത്ത പറഞ്ഞ ഫോണിൽ എപ്പോഴും നോക്കി ഇരുന്നിട്ടാണ്. എന്താ
ഇതാ രണ്ടെണ്ണമുള്ള കിട്ടിയേ. ഇത് വേറെ വേണമെങ്കിൽ എടുത്തോളൂ. അമ്മ 2 ഉള്ളതാ എടുത്തോളൂ. അല്ല വേണ്ട, വേറെ എടുക്കാം. അത് ഇല കുറച്ച് കീറിയപ്പോഴേ ആ അപ്പൊ അങ്ങനെ ഇതാ ഒരു ചക്ക പീസ് കിട്ടി. പാടുണ്ടാവുമ്പോ മധുരക്കല്ലേ ഞാൻ നേരത്തൊന്ന് കഴിച്ചു. ഒന്നല്ല പകുതി കുഞ്ഞാക്കി കൊടുക്കും. കുഞ്ഞാക്കണ്ടേ? ആ കുഞ്ഞാവ ദേഷ്യപ്പെട്ടിട്ടേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് അഭിപ്രായം ടേസ്റ്റ് നാളേക്കാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ. ബൈ ബൈ.